ഈ വർഷവും അതിൻ്റെ ആഘോഷ പരിപാടികൾ വിവിധ ജില്ലകളിൽ പരിപാടികളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കർക്കിടക മാസം പൂർണ്ണമായിട്ടും ഒരു രാമൻ്റെ ആ ധാർമ്മികത്വവും ഈ കഥാകഥനങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതവും ആസ്പദമാക്കിക്കൊണ്ടുള്ള വിവിധ സെമിനാറുകൾ, സിമ്പോസിയം, രഥയാത്ര, ഇത്തരം കാര്യങ്ങളിലൂടെ കൂടിയിട്ട് ഈ വർഷവും ആചരിക്കുകയാണ്. എൻ്റെ കർത്തവ്യം സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഇതിൽ പങ്കെടുക്കുന്നത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനായിട്ടുള്ള ശ്രീ സുനിലം നായരാണ്. സ്വാഗതം ചെയ്യുന്നു. ഈ രാമായണ മാസത്തെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഷാജു വേണുഗോപാൽ. ജനറൽ കൺവീനറായിട്ടുള്ളത് ശ്രീ വട്ടിയൂർക്കാവ് മോഹൻ ചേട്ടനാണ്. സ്വാഗതം ചെയ്യുന്നു. മാതൃസമിതിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ സുധാ രാജഗോപാൽ. സ്വാഗതം ചെയ്യുന്നു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ രാമായണ മാസത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള മാധ്യമ വാർത്താ സമ്മേളനമാണ് നമ്മളിവിടെ നടത്തുന്നത്. ആയതിലേക്ക് ഇവിടെ ഞങ്ങളോട് സഹകരിക്കാൻ എത്തിയ പ്രിയങ്കരായ മാധ്യമ പ്രവർത്തകർ എല്ലാവർക്കും കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പേരിലുള്ള അതിയായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ വർഷം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വിപുലമായിട്ട് രാമൻ്റെ ചരിത്രവും ലോകത്തോട് എത്തിക്കുക എന്ന ഒരു മുഖമുദ്രയോടുകൂടി രാമായണ മാസം എല്ലാ ഗ്രഹങ്ങളിലും ചെയ്ത് അതിൻ്റെ പൊലി നടത്തുന്നതിൻ്റെ ഒരു ഘോഷയാത്രയും നടത്തുന്നതിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ പത്രസമ്മേളനോടെ അറിയിക്കുന്നതിലേക്ക് വേണ്ടിയാണ് പത്രസമ്മേളനോട് വിളിച്ചു കൂട്ടിയിട്ടുള്ളത്. അതിൻ്റെ വിശദമായ വിവരങ്ങളും അതേപ്രകാരം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ക്രമങ്ങളും ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വിപുലമായ ഒരു വിശദീകരണം നൽകുവാൻ ആരാധനായ ഷാജു വേണുഗോപാൽജി അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഈ പരിപാടിയുടെ കോർഡിനേറ്ററായി ശ്രീ മോഹൻജി അദ്ദേഹത്തെയും നമ്മൾ ഇതിൽ നിശ്ചയിച്ചിരിക്കുകയാണ്. മറ്റ് വിശദ വിവരങ്ങൾ ഷാജു വേണുഗോപാൽജി നിങ്ങളോട് സംഭവിക്കും. ആ സ്വാതന്ത്ര്യം നേടിയതും അതിനുവേണ്ടി പടപൊരുതിയതുമൊക്കെ ഈ നാടിൻ്റെ സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ധാരാളം വൈദേശിക ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു രാജ്യമാണ് ഭാരതം. ഭാരതത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ വലിയൊരു പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ വിജയമാണ് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ആ സനാതന ധർമ്മത്തെ തന്നെ ഇന്നും പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിട്ട് ആണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മതങ്ങളും എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളും നല്ലതാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഈ മതങ്ങളെല്ലാം തന്നെ നല്ലതാണ്. പക്ഷേ ഈ മതങ്ങൾ പരസ്പരം കടന്നു കയറി അത് മറ്റൊരു മതത്തിന് പരിവർത്തനത്തിന് ശ്രമിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്ന സമയത്താണ് അവിടെ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഏറ്റവും അവസാനമായി ഒരു ലവ് ജിഹാദിന് പോലുള്ളൊരു വിഷയം മതപരിവർത്തനത്തിന് വിധേയമാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള സാവരിയ ബസന്ത് എന്നുള്ള ഒരു മലയാളി കുട്ടിക്ക് ഉസ്ബെക്കിസ്ഥാനിൽ സംഭവിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലുള്ള വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സനാതന ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ധർമ്മത്തിൻ്റെ വിഗ്രഹമായിട്ടുള്ള നമ്മൾ പറയുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ വിഗ്രഹമായ രാമനെ, ആ രാമൻ്റെ ധാർമ്മിക പ്രവർത്തനങ്ങളെ ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് മലയാളികൾ കർക്കിടക മാസത്തെ രാമായണ മാസമായിട്ട് ആചരിക്കുകയാണ്. വെറും രാമായണ പാരായണം മാത്രമല്ല, ആ രാമായണ പാരായണം എന്ന ഭക്തിയിലൂടെയും അതുപോലെ രാമായണം നൽകുന്ന തത്വത്തിൽ ഊന്നിയുള്ള ജീവിതത്തിലും ഒക്കെ ഇന്ന് മലയാളികൾ ലോകമെമ്പാടും രാമായണ മാസം ആഘോഷിക്കുകയാണ്. 1982 വിശാല ഹിന്ദു സമ്മേളനം, ആ വിശാല ഹിന്ദു സമ്മേളനത്തിലാണ് മൺമറഞ്ഞുപോയ പണ്ഡിതന്മാരായിട്ടുള്ള ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൂടിയായിരുന്ന, നമുക്കെല്ലാവർക്കും അറിയാം, ഈ കന്യാകുമാരി വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിരുന്ന
പി പരമേശ്വർജിയും അതുപോലെ തന്നെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആചാര്യനായ മാധവജിയും ചേർന്ന് സംഘടിപ്പിച്ച വിശാല ഹിന്ദു സമ്മേളനത്തിൽ കർക്കിടക മാസം പഞ്ഞമാസമായി മാറാതെ അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാതെ ആ മാസം ഭക്തിസാന്ദ്രമായിട്ട് അത് ധാർമ്മികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മാസമായി കർക്കിടക മാസം രാമായണ മാസമായിട്ട് ആചരിക്കാൻ പ്രഖ്യാപനം നടത്തുന്നത്. അതിന്ന് ലോകത്തെമ്പാടും വളരെ വിപുലമായി നടക്കുന്ന സമയത്ത് അന്നു മുതൽ തന്നെ സമിതിയുടെ ആചാര്യൻ്റെ കൂടി ആഹ്വാനം എന്നുള്ള രീതിയിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ഈ പ്രവർത്തനങ്ങൾക്ക് മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയാണ്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇവിടെ എല്ലാ ക്ഷേത്രങ്ങളും കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ കഴിയാവുന്നിടത്തോളം ഭവനങ്ങൾ കേന്ദ്രീകരിച്ചും രാമായണ സത്സംഗങ്ങൾ വൈകുന്നേരങ്ങളിൽ നടക്കുന്നു. അതുപോലെ തന്നെ രഥയാത്ര തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, ഏറ്റവും പ്രശസ്തമായ തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പാളയം ഹനുമാൻ കോവിലിൽ സമാപിക്കുന്ന രീതിയിൽ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുടെ സന്നിധിയിലൂടെ ആ രഥയാത്ര, രാമസന്ദേശ രഥയാത്ര നമ്മൾ നടത്തുകയാണ്. അത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ് ആ രഥയാത്ര നടക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള രാമായണ കലോത്സവം, രാമായണത്തെ ആസ്പദമാക്കിയുള്ള മത്സരങ്ങളാണ്. പ്രശ്നോത്തരിയും ചിത്രരചനയും രാമായണ പാരായണവും പ്രസംഗവും പ്രച്ഛന്ന വേഷവും ഒക്കെ ഇട്ടുകൊണ്ട് മത്സരിക്കാവുന്ന രീതിയിൽ രാമായണ കലോത്സവം നമ്മൾ ജില്ലയിൽ സംഘടിപ്പിക്കുകയാണ്. അത് ഓഗസ്റ്റ് 8-ാം തീയതി ചിന്മയ മിഷൻ കുന്നുംപുറം സ്കൂളിൽ വെച്ചിട്ടാണ് ആ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ മാസം തന്നെ 26-ാം തീയതി എല്ലാ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും രാമായണ കലോത്സവം സംഘടിപ്പിക്കുകയാണ്. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനമുള്ള എല്ലാ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും രാമായണ കലോത്സവം. ആ കലോത്സവം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്തരം മത്സരങ്ങളാണ്. അത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് ഈ മാസം നടക്കും. രഥയാത്ര അടുത്ത മാസം 2-ാം തീയതിയും അതുപോലെ തന്നെ 9-ാം തീയതി 8-ാം തീയതി ജില്ലാതല കലോത്സവവും അതിനുശേഷം ഓഗസ്റ്റ് 15-ാം തീയതി ശ്രീരാമ പൂജ എന്നുള്ള രീതിയിൽ ശ്രീരാമ അഷ്ടോത്തര അർച്ചന നടത്തിക്കൊണ്ടുള്ള ശ്രീരാമ പൂജ 5000 ഭക്തരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ശ്രീരാമ പൂജയും നമ്മൾ ഇതിനോടനുബന്ധിച്ച് നടത്തുകയാണ്. അതിൻ്റെ ഒടുവിലത്തെ ദിവസം കർക്കിടകം 31-ാം തീയതി അടുത്ത 2026 ഓഗസ്റ്റ് 16-ാം തീയതി ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി, അതൊരു പൂജയാണ്, അതെല്ലാ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി നമ്മുടെ ഈ ഒരു മാസത്തെ രാമായണ പരിപാടികളുടെ സമാപനം കുറിക്കുകയാണ്. ഈ പരിപാടി ലോകത്തെമ്പാടും സത്സംഗങ്ങൾ, ഇന്ന് ഓൺലൈൻ വഴിയുള്ള സത്സംഗങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള പരിപാടികൾ നടക്കുകയാണ്. നമ്മൾ 1966-ൽ ആരംഭിക്കുന്ന സംഘടനയാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. കേരള ഗാന്ധി കേളപ്പജിയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി ആരംഭിക്കുന്നത്. നമുക്കിന്ന് അറിയാൻ സാധിച്ചത്, നമ്മൾ പ്രസ് ക്ലബിലേക്കാണ്, നമ്മുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് നമ്മൾ വന്ന് ഈ മീറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ അറിയുന്നത് 60 വർഷം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 60 വർഷം എന്നതുപോലെ തന്നെ പ്രസ് ക്ലബിൻ്റെയും 60-ാം വർഷം ആഘോഷിക്കുകയാണ്. ആദ്യത്തെ പത്രാധിപർ കൂടിയായിട്ടുള്ള കേളപ്പജി സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് ക്ഷേത്ര സംരക്ഷണം എന്നുള്ള തകർത്തെറിഞ്ഞ ഒരു ക്ഷേത്രത്തിൻ്റെ നവോത്ഥാനം നടത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്ര സംരക്ഷണ സമിതി ആരംഭിച്ചത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര കേന്ദ്രിതമായ സംഘടനയാണ് ക്ഷേത്ര സംരക്ഷണ സമിതി. ഗുരുവായൂരടക്കമുള്ള ക്ഷേത്രങ്ങളിൽ കാണിക്ക എണ്ണുന്ന സമയത്ത് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നിരീക്ഷണത്തിലാണ് കാണിക്ക എണ്ണുന്നത്. സ്വന്തമായ ക്ഷേത്രങ്ങളും അതുപോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും ആറ്റുകാൽ ക്ഷേത്രവും ശബരിമല അടക്കമുള്ള ഏറ്റുമാനൂർ അടക്കമുള്ള എല്ലാ പ്രധാന ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും ഇന്ന് നമ്മുടെ സംഘടന ഒരു ഭക്ത സംഘടന സമിതി എന്നുള്ള രീതിയിൽ ഭക്തരെ സംഘടിപ്പിച്ചുകൊണ്ട് സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി, ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം രഥയാത്രയിൽ ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും ബ്രാഹ്മണ്യം, ജാതി രഹിതമായ ഹിന്ദുത്വം. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, ബ്രാഹ്മണരാണ് പൂജിക്കുന്നത്, മറ്റുള്ളവരെ പൂജിക്കില്ല, മറ്റുള്ളവരെ കേട്ടില്ല എന്നൊക്കെയുള്ള അപശബ്ദങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പാലിയം വിളംബരത്തിലൂടെ ജന്മം കൊണ്ട് മാത്രമല്ല കർമ്മം കൊണ്ടും ബ്രാഹ്മണ്യം എന്ന് പാലിയം വിളംബരം നടത്തിയ പ്രസ്ഥാനമാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി. ആ കാലഘട്ടത്തിൽ അതിൽ നേതൃത്വം നൽകിയത് മാധവജിയാണ്. മാധവജി നേതൃത്വം നൽകിയ ക്ഷേത്ര ചൈതന്യ രഹസ്യം ഇന്ന് കോടതികളുടെ പോലും റെഫറൻസ് ബുക്കാണ്. അതുപോലെ തന്ത്രവിദ്യാപീഠം, ആയിരക്കണക്കിന് പൂജാരിമാരെ സൃഷ്ടിക്കുന്ന, തന്ത്രിമാരെ സൃഷ്ടിക്കുന്ന തന്ത്രവിദ്യാപീഠം ആലുവ കേന്ദ്രീകരിച്ച് നമ്മുടെ ആചാര്യനായ മാധവജി ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ഇന്നും എല്ലാ വർഷവും 6.5 വർഷം കൊണ്ടാണ് പഠിച്ചിറങ്ങുന്നത്. അവിടെ പഠിച്ചിറങ്ങുന്ന ധാരാളം
തന്ത്രിമാർ ഇന്ന് അവിടെയുണ്ട്. ഇന്ന് കാണുന്ന ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായിട്ട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഇത്തരം പൂജാ പഠന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത് അവിടെ നിന്നും പ്രാപ്തി നേടിയ, യോഗ്യത നേടിയ പൂജാരിമാരാണ് ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ, എല്ലായിടവും എന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇന്ന് പൂജ ചെയ്യുന്നത്. സാമാജിക സമരസത ഞാൻ നേരത്തെ സൂചിപ്പിച്ച ജന്മം കൊണ്ട് മാത്രമല്ല, എല്ലാവർക്കും ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കേരളം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാവുന്ന ഒരു സന്ദർഭം പല ക്ഷേത്രങ്ങളിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇപ്രാവശ്യം നടക്കുന്ന രഥയാത്രയിൽ ശിവലിംഗ ഘോഷയാത്രയും കൂടി നമ്മളോടൊപ്പം ഉണ്ടാകും. ആ ശിവലിംഗം എല്ലാ ഭക്തജനങ്ങൾക്കും ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തുകൊണ്ട്, അഭിഷേകപ്രിയനാണ് ശിവൻ. ശിവ ആരാധനയിൽ ഏറ്റവും പ്രധാനം ധാര, അഭിഷേകം അതുപോലുള്ള വഴിപാടുകളാണ്. അങ്ങനെ എല്ലാവർക്കും ജലാഭിഷേകം ചെയ്യാനുള്ള അവസരവും കൂടി ഈ യാത്രയിൽ, ഒരു സാമാജിക സമരസത, എല്ലാവരും ഒന്നാണ് എന്നുള്ള ആ സങ്കല്പം കൂടി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു യാത്രയാണ്. ഇന്ന് മാധ്യമങ്ങൾ വളരെയധികം നല്ല രീതിയിൽ രാമായണ മാസം ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും വിനീത നമസ്കാരം. ഈ വർഷത്തെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഈ വർഷത്തെ രാമായണ മാസാചരണത്തെ പറ്റിയുള്ള വിശദീകരണം നമ്മുടെ സംയോജകൻ സംസ്ഥാനതല ഉദ്ഘാടനം ഈ വരുന്ന 15-ാം തീയതി നമ്മുടെ സംസ്കൃതി ഭവനിൽ വെച്ചാണ് നടക്കുന്നത്. അതിൽ പങ്കെടുക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരും, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, അതുപോലെ സംസ്ഥാന ഭാരവാഹികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ശരത് ഹരിദാസ്, വളരെ പ്രഗത്ഭനായിട്ടുള്ള ആളാണ്, പ്രഭാഷകനാണ്. അതുപോലെ തന്നെ അതിനുശേഷം ഉദ്ഘാടനത്തിന് ശേഷം ആണ് നമ്മുടെ ഈ പറയുന്ന രാമായണ മാസ ആചരണത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ഇവിടെ നമ്മുടെ സംയോജകൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഉണ്ടാകുന്ന രഥഘോഷയാത്ര, രാമായണ കലോത്സവങ്ങൾ, അതുപോലെ അഷ്ടോത്തരാർച്ചന, ശാഖാതലങ്ങളിൽ നടക്കുന്ന രാമായണ കലോത്സവങ്ങളെ പറ്റിയൊക്കെല്ലാം എല്ലാം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്തരം നമ്മുടെ ഈ പ്രസ് ക്ലബ്ബിൽ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവിധ സഹകരണവും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. രാമായണ മാസാചരണ പരിപാടിയുടെ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. സ്വാഗത സംഘത്തിൻ്റെ മുഖ്യ രക്ഷാധികാരി അശ്വതി തിരുനാൾ തമ്പുരാട്ടി, തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടിയാണ്. ഈ സംഘാടക സമിതിയുടെ ചെയർപേഴ്സണായിട്ട് ശ്രീമതി റാണി മോഹൻദാസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് മാനേജിംഗ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ രക്ഷാധികാരിയായിട്ട് സമിതിയുടെ സംസ്ഥാന രക്ഷാധികാരി CK കുഞ്ഞ്, മുൻ DGP TP സെൻകുമാർ അവർകൾ, TP ശ്രീനിവാസൻ സർ, മുൻ ചീഫ് സെക്രട്ടറി R രാമേന്ദ്രൻ സർ, അങ്ങനെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളടങ്ങിയ രക്ഷാധികാരിമാരും, വൈസ് ചെയർമാനായിട്ട് ഉദയസമുദ്ര രാജശേഖരനും അവർകളും, അതുപോലെ തന്നെ ഡോക്ടർ അജയ് കുമാർ, പ്രശസ്ത കാർഡിയോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ അജയ് കുമാർ അവർകൾ, ജനറൽ കൺവീനറായിട്ട് ശ്രീ മോഹൻകുമാർ അടങ്ങുന്ന 108 പേരടങ്ങുന്ന വിപുലമായ സ്വാഗത സംഘമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്.